നമസ്കാരം പ്രിയപ്പെട്ടവരെ. പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളുമായി ഫോർ ദ പീപ്പിൾ രംഗപ്രവേശം ചെയ്തിട്ട് നാളുകൾ പലതായി. പക്ഷേ മുമ്പാരോ പറഞ്ഞതുപോലെ നമ്മുടെ പല സുഹൃത്തുക്കളും ആവശ്യമുള്ളതൊന്നും കാണുന്നില്ല, ആവശ്യമില്ലാത്ത എല്ലാം കാണുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അധികാരിയുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രവാസി പെൻഷനെ സംബന്ധിച്ച് ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് സാറേ. 61 കഴിഞ്ഞവർ 60 വയസ്സ് വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ പ്രൊപ്പഗൻഡ നടത്തിയിട്ടും ഇത്രയും വീഡിയോസ് ഞങ്ങൾ ഇട്ടു, നമ്മുടെ റേഡിയോയിലൂടെ 2016 മുതൽ പറയുന്നുണ്ട്, എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആരോ കുഴപ്പമെന്നാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ചും കൂടി അവരുടെ ഇടയിലേക്ക് എത്തണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെയല്ല, ഇനി എത്രയൊക്കെ എത്തിയാലും ശരി, ചിലർ ആവശ്യമുള്ളതൊന്നും കാണില്ല, ആവശ്യമില്ലാത്തെല്ലാം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഫോർ ദ പീപ്പിളിൽ ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ കാണുന്നവരുടെ എണ്ണം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ മാട്രിമണി സൈറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചതിക്കുഴികളുണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ, അത് ഓർമ്മയുണ്ടോ? വിവാഹം നടത്താം എന്ന് ഉറപ്പ് കൊടുത്തു, പക്ഷെ അത് കഴിയാതെ വന്നു. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാൻ ഉപഭോക്തൃ കോടതി പരിഹാരം പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ, വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് ജനങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. കാരണം നമുക്കുണ്ടായ അനുഭവമാണ്. പക്ഷെ ഇപ്പോഴൊരു സംഭവം വന്നപ്പോൾ നമ്മൾ പറയാനുള്ള ധൈര്യം കിട്ടി, ധൈര്യക്കുറവുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി ഒരു മാട്രിമണി സൈറ്റ്? മാട്രിമണി സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ എവിടെ നിന്ന് വരുന്നു? ഈ സൈറ്റുകാർ തരുന്നതാണോ? അല്ലല്ലോ, ഡേറ്റ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി എൻ്റെ മകളുടെ പേര്, അഡ്രസ്സ്, ജാതകം, ജോലി, വിദ്യാഭ്യാസ യോഗ്യത, എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ കൊടുക്കുന്നു. ഒപ്പം സാറിൻ്റെ ഫോൺ നമ്പർ, അല്ലെങ്കിൽ ചിലപ്പോൾ മകളുടെ ഫോൺ നമ്പർ, ഇതെല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ കൊടുക്കുന്നു. ഇതെൻ്റെ മകൾക്ക് വേണ്ടി എന്നിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മകന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കും, നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ മകൻ്റെ പേര്, ജോലി, വിദ്യാഭ്യാസ യോഗ്യത, അഡ്രസ്സ് എല്ലാം നിങ്ങളിവിടെ കൊടുക്കും. ഇതാണ് ഡേറ്റ. അപ്പം നിങ്ങൾ കൊടുത്ത ഡേറ്റ ഞാൻ കാണുന്നതിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത്, ഞാൻ കൊടുത്ത ഡേറ്റ നിങ്ങൾ കാണുന്നതിനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. ഇതിന് എത്രയെന്ന് അറിയിച്ചാൽ ഈടാക്കുന്നത്? ഒരു 3 മാസത്തേക്ക് 3-4 പാക്കേജുകളാണ്. ഇതിനകത്ത് പ്രൈം പാക്കേജ്, പ്രൈം അല്ലാത്ത പാക്കേജ്, ഓർഡിനറി പാക്കേജ്. എന്ത് പാക്കേജ് ഇതിനകത്ത്? ഒരു ഡേറ്റ മറ്റൊരാൾ കാണാൻ ഈ ആധുനിക യുഗത്തിൽ വെബ്സൈറ്റിലൂടെ ഡേറ്റ കൊടുക്കുന്ന മറ്റൊരാൾ കാണാൻ എന്തിനാണ് ഇത്രയും വലിയ പാക്കേജ്? ചിലർക്ക് 3 മാസത്തേക്ക് 6000 രൂപ മുതൽ 8000 രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത്. വളരെ പ്രമുഖ മാട്രിമണി സൈറ്റുകൾ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി ഓടി നടക്കുന്നവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മകളുടെ കല്യാണം നടത്തിയതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇത് നമ്മൾ 6000 രൂപയാണ് 3 മാസത്തേക്ക്. 3 മാസം കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു പ്രപ്പോസൽ ശരിയായി കിട്ടണമെന്നില്ല. ഇല്ല. വീണ്ടും അടുത്ത 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും വി ഹാവ് ടു പേ 6000 rupees. ഇതിൽ മറ്റൊരു ചതി, ഈ വാങ്ങുന്ന കാശിന് GST 18% GST ഇവർ വാങ്ങുന്നുണ്ട്. പക്ഷേ GST ബില്ല് പബ്ലിക്കിന് കൊടുക്കുന്നില്ല. അത് ശരി. ഞാൻ ഒരുപാട് തവണ ഈ സൈറ്റിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ GST ബില്ല്? അത് നിങ്ങൾ പ്രത്യേകിച്ച് മെസ്സേജ് അയക്കണം, മെയിൽ അയച്ചാലേ നിങ്ങൾക്ക് GST ബില്ല് കിട്ടുള്ളൂ. മെയിൽ അയക്കാതെ തരേണ്ടതല്ലേ? നമ്മുടെ GST വാങ്ങുന്നുണ്ടെങ്കിൽ ആ GST ബില്ല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതാ ഞാൻ GST ഓഫീസിലും വിളിച്ചു ചോദിച്ചു. മനസ്സിലായി? ഇതൊന്ന്. രണ്ടാമത്, ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ PQRS മോച്ചോളം, നമ്മൾ വെബ്സൈറ്റിൻ്റെ പേര് പറയുന്നില്ല, PQRS എന്നൊരു വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഞാൻ രജിസ്റ്റർ ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പം ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കുമല്ലോ, എനിക്ക് ആ ജാതിയിലുള്ള, ആ മതത്തിൽ, ആ ജാതിയിലൊരു ആളുടെ ആയിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുക, അല്ലേ? അല്ലാതെ നമ്മൾ ഒരുപാട് പുരോഗമനമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരവരുടെ മക്കളെ കല്യാണം വരുമ്പോൾ അവരവരുടെ ജാതിയിൽ നിന്നൊരു കല്യാണം വേണമെന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. പുരോഗമനം നമ്മൾ പറയും, അതൊക്കെ പറയും മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ അത് പറയില്ല, ചെയ്യില്ല നമ്മൾ. അപ്പം ഞാനിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ, കമ്മ്യൂണിറ്റിയിലാണ്, എന്ന് പറയുന്നതാണ് എൻ്റെ ജാതി. അപ്പം ഞാൻ അതിലുള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്. രസമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചതി ഞാൻ പറയാൻ പോകുന്നത്, ആദ്യം നമ്മൾ PQRS എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പല ജാതിയിൽ നിന്നും പ്രപ്പോസൽ വരുന്നു. അപ്പോൾ നമുക്കത് അക്സെപ്റ്റബിൾ. അപ്പോഴാണ് വേറൊരു വെബ്സൈറ്റിൽ നിന്നും, വേറൊരു മാട്രിമണി സൈറ്റിൽ നിന്ന് നമ്മുടെ ജാതിയുടെ അതേ പേര് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാണ്, ഇപ്പം ഈഴവ ആണെങ്കിൽ ഈഴവ മാട്രിമണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വരും. എത്ര എണ്ണമല്ലേ? നായർ മാട്രിമണി, അല്ലെങ്കിൽ നായർ മാട്രിമണി, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ABC ജാതി ആണെങ്കിൽ ABC മാട്രിമണി. അപ്പം നമ്മൾ വിചാരിക്കുക, പറയുമ്പോൾ ഇതല്ലേ നമുക്ക് ആവശ്യം. അപ്പം അതിൽ വീണ്ടും വരും 6000 രൂപ വീണ്ടും അടയ്ക്കാൻ. ആദ്യത്തെ വെബ്സൈറ്റിൻ്റെ മറ്റൊരു രൂപമാണിത്. ഒരൊറ്റ കമ്പനി, ഒരൊറ്റ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് തന്നെ പല രൂപത്തിൽ നമ്മൾ കാശ് വാങ്ങും.
അപ്പം നമ്മൾ വിചാരിക്കും കല്യാണം നടക്കുന്നില്ല കൊച്ചിൻ്റെ. അല്ലല്ല, എനിക്കൊരു സംശയം. അതായത് ഇപ്പോൾ സാറ് ഇപ്പം നേരത്തെ പറഞ്ഞ PQRS രജിസ്റ്റർ ചെയ്തു, അതൊരു കമ്പനിയാണല്ലോ. ആ കമ്പനി രജിസ്റ്റർ ചെയ്തു. 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് എനിക്കൊരു റിക്വസ്റ്റ് വരും. ഈ വന്ന വെബ്സൈറ്റിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ബന്ധമുണ്ട്, എല്ലാം ഒറ്റ കമ്പനിയാണ്, ഒറ്റ മാനേജ്മെന്റ് ആണ്, വെബ്സൈറ്റ് അല്ലേ. വേറൊന്നും എനിക്ക് വരും. അതെന്താണ്? അതിൽ പറയുന്നത് നിങ്ങളുടെ ജാതിപ്പെട്ടതിന് മാത്രമായിട്ടുള്ള വെബ്സൈറ്റാണിത്, നിങ്ങൾ ഇതിൽ 6000 രൂപ അടയ്ക്കും. ആക്രാന്തപ്പെട്ട് നടക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി അതിലും കൊടുക്കും 6000 രൂപ. അതും വീണ്ടും മുന്നോട്ട് പോകുന്നു, ശരിയാവില്ല. അത് കഴിയുമ്പോൾ ഈ കുട്ടി എഞ്ചിനീയർ ആണെന്നിരിക്കട്ടെ, സപ്പോസ് ഈ പെൺകുട്ടി എഞ്ചിനീയർ ആണെങ്കിൽ 3ാമതൊരു വെബ്സൈറ്റിൽ നിന്ന് വീണ്ടും ഒരു മെസ്സേജ് നമുക്ക് വരും. അതിൽ നിന്ന് ചില പ്രപ്പോസലും വരും, ഡീറ്റെയിൽസ് വരും. അത് എഞ്ചിനീയറാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ മോൾ എഞ്ചിനീയർ അല്ലേ, അപ്പം നമുക്കൊരു എഞ്ചിനീയർ നോക്കുന്നില്ലേ നല്ലത്, നമ്മൾ അതിലേക്ക് ചെയ്യും. അപ്പോൾ അതിന് വീണ്ടും ചോദിക്കും ഒരു 6000 രൂപ. മനസ്സിലായോ? അങ്ങനെ 4 വെബ്സൈറ്റുകളിൽ കാശടച്ച് പറ്റിക്കപ്പെട്ട ഒരാളാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, 4 എണ്ണത്തിലടച്ചു. അന്ന് നമ്മൾ വിചാരിച്ചത് ഒരുപാട്, എന്തിനാണ് ഒരു വെബ്സൈറ്റിന് ഇത്രയധികം കാശ് ഒരു എൻട്രി കൊടുക്കാൻ? അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റ നമുക്ക് അത് ഡിസ്പ്ലേ 3 മാസം കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. നമ്പർ കിട്ടണമെങ്കിൽ അഡീഷണൽ പൈസ, അഡ്രസ്സ് കിട്ടണമെങ്കിൽ അഡീഷണൽ പൈസ, പിന്നെ ഇതിനകത്ത് എന്താണ് പ്രൊമോട്ടേഴ്സ് എന്ന് 2 പേര്, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് അവർ വിളിക്കും. ഞങ്ങൾ തന്നെ അവർ വിളിച്ച് ശരിയാക്കി തരാം, യു ഹാവ് ടു പേ 2000 അഡീഷൻ. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പറ്റിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ വൈവാഹിക. ഏറ്റവും കൂടുതൽ സാധാരണക്കാരും അല്ലാത്തവരും അവരെ കുട്ടികൾക്ക് വേണ്ടി ഒരു വരനെയോ അല്ലെങ്കിൽ അവരുടെ മകന് വേണ്ടി ഒരു വധുവിനെയോ തിരഞ്ഞു നടക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ പറ്റിക്കുന്നതാണ് ഈ സംഭവം. ഇത് വാസ്തവത്തിൽ ഇപ്പോഴാണ് പുറത്തു വന്നത്. ഈ ശിക്ഷ വന്നപ്പോഴത്തേക്ക്, ഫൈൻ വന്നപ്പോഴത്തേക്കാണ് ഇത് പുറത്തു വന്നത്. അതുകൊണ്ട് സർവത്ര പേരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനൊന്നും അല്ല ചോദിക്കുന്നത്, പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൽ രസകരമായ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ പ്രവാസി ഭാരതിയുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ്, നമ്മൾ കുറച്ച് പേരിടുന്ന് വീഡിയോ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടാക്കുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു. കുറച്ചുകൂടെ പുതിയ ഭാഷ പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ആ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നു. പണ്ടൊക്കെ പ്രോഗ്രാം ആയിരുന്നു, ഇപ്പോൾ പ്രോഗ്രാം മാറി കണ്ടന്റായി. അതായത് നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ് ആണ് ഇതിലെ ഇൻപുട്ട് ആണല്ലോ. ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് ഇപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൽ രസകരമായ കാര്യം, ഈ മാട്രിമോണി സൈറ്റുകളുടെ കണ്ടന്റ് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പം കണ്ടന്റ് കോൺട്രിബ്യൂട്ടർ പബ്ലിക്കാണ് അല്ലേ? അത് വാങ്ങുന്നതും പബ്ലിക്കാണ്. അതെ അതെ. ഇവരാകെ ചെയ്യുന്നത് ഡിസ്പ്ലേ മാത്രമാണ്. ആ ഡിസ്പ്ലേക്കാണ് ഈ ചാർജ്. ഒരു വെബ്സൈറ്റ് കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു വെബ്സൈറ്റിൽ ആ സാധനം ഡിസ്പ്ലേ ചെയ്യുന്നതിന് മാത്രമായിട്ടാണ് ഈ കാശ് വാങ്ങുന്നത്, അല്ല വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ വെബ്സൈറ്റുകൾ വന്ന ഇന്റർനെറ്റിന്റെ ലോകത്തുള്ള ആദ്യകാല ബിസിനസ്സുകളൊന്നാണത്. ബുദ്ധി തന്നെയാണത്. പ്രവാസി ഭാരതി പലപ്പോഴും ഇതിന് ശേഷം ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി നമുക്കൊരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല, ഒരു മാട്രിമോണി വെബ്സൈറ്റ്. നമുക്കത് ചെയ്യണം. നമ്മൾ അല്പം കൂടെ ഒന്ന് തറയിൽ നിന്നോട്ടെ. നമുക്ക് എന്തായാലും ഈ കാശൊന്നും തരണ്ട, തറയിൽ നിന്നെങ്കിലല്ലേ ചോട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കരമായ തട്ടിപ്പാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു വിധി വന്നതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ലായിരുന്നു. സാർ, ഇതിൽ എനിക്ക് ഏറ്റവും വലിയ അപകടം തോന്നുന്നത്, ഈ കാശ് ചോദിക്കുന്നതിനേക്കാളും വലിയ അപകടം, സാറിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ PQRSനാണ് സാറിന്റെ ഡേറ്റ കൊടുത്തത്. ആ ഡേറ്റ എങ്ങനെ വേറൊരു കമ്പനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് വേറെ കമ്പനിയല്ല, ഒരു കമ്പനിയുടെ പല രൂപങ്ങളും, പല പേയ്മെന്റ് എന്നേ ഉള്ളൂ. കമ്പനി ഒന്നുമല്ല. അതാണ് ഫോൺ നമ്പർ ഉൾപ്പെടെ അവർക്ക് കിട്ടി. അവർ വേറൊരു പ്രപ്പോസൽ നമുക്ക് അയക്കും, നമുക്ക് കുറച്ചും കൂടി യോജിച്ചത്. അപ്പം നമ്മൾ അതിൽ കയറി ആക്രാന്തം കാരണം അതിലും വീഴും. എല്ലാം കൂടെ 4 എണ്ണത്തിൽ 3 മാസം വെച്ച് എത്ര രൂപ തൊലച്ച് മനസ്സിലാക്കണം. അതാണ് നമുക്ക് സംഭവിച്ചത്. ശരിയാണ്. അപ്പം ഇത് തിരിച്ചറിയണം. ഇനി മാട്രിമോണി സൈറ്റുകൾ മാത്രമല്ല, ചില പത്രത്തിൽ കൊടുക്കുന്ന ചില ഏജൻസികളും ഉണ്ട്. അതിലും പോയിട്ടുണ്ട്. എനിക്കൊരു 12,500 രൂപ പോയി കിട്ടി. ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും മലയാളി, ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് വിധേയരായിട്ടുള്ളത് നമ്മൾ മലയാളികളാണല്ലോ. ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ നമ്മളാണ്. എന്നെ പറ്റിക്കൂ, എന്നെ മാത്രം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ നടക്കുന്നത്. സംഭവിച്ചാൽ അതുകൊണ്ട് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോർ ദ പീപ്പിളിൻ്റെ ഇന്നത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളതും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയിലൂടെ പ്രവാസി ഭാരതി പ്രക്ഷേപണം ചെയ്ത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഫോർ ദ പീപ്പിൾ. കാണാൻ മറക്കണ്ട.